ഫരീദാബാദ് അമൃത ആശുപത്രിയിൽ നിന്നുള്ള മെഡിക്കൽ സംഘം കുംഭമേള നടക്കുന്ന പ്രയാഗ്രാജിലേക്ക് പുറപ്പെട്ടു. അത്യാധുനിക രീതിയിലുള്ള സാങ്കേതിക സംവിധാനങ്ങളാണ് ഫരീദാബാദ് അമൃത ആശുപത്രിയിൽ നിന്ന് പുറപ്പെട്ട വാഹനവ്യൂഹത്തിലുള്ളത്. ഫ്ളാഗ് ഓഫ് ഫരീദാബാദ് ടിഗാവ് എംഎൽഎ രാജേഷ് നഗർ നിർവഹിച്ചു. ഫരീദാബാദ് അമൃത ആശുപത്രി അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടർ സ്വാമി നിജാമൃതാനന്ദപുരിയും മറ്റ് വിശിഷ്ട വ്യക്തികളും ചടങ്ങിൽ സന്നിഹിതരായി. കുംഭമേള നടക്കുന്ന പ്രയാഗ്രാജിലേക്ക് അത്യാധുനിക സംവിധാനങ്ങളോടുകൂടിയ മെഡിക്കൽ സംഘമാണ് പുറപ്പെട്ടത്. കുംഭമേള കേവലം മതപരമായ ചടങ്ങ് മാത്രമല്ല, മറിച്ച് ഇന്ത്യയുടെ നാനാത്വത്തിൽ ഏകത്വം എന്ന ആശയത്തിന്റെ ഉത്തമ ഉദാഹരണമാണെന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ടിഗാവ് എംഎൽഎ രാജേഷ് നഗർ പറഞ്ഞു. വ്യത്യസ്ത സംസ്കാരങ്ങൾക്കിടയിൽ സ്നേഹമൂട്ടിയുറപ്പിക്കുക എന്ന സന്ദേശമാണ് മെഡിക്കൽ സംഘത്തെ കുംഭമേളയ്ക്ക് അയച്ചതിലൂടെ അമൃത ഉയർത്തിപ്പിടിക്കുന്നതെന്ന് ഫരീദാബാദ് അമൃത ആശുപത്രി അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടർ സ്വാമി നിജാമൃതാനന്ദപുരി പറഞ്ഞു. സൂപ്പർ സ്പെഷ്യാലിറ്റിയിൽ നിന്നുള്ള വിദഗ്ധർ ഉൾപ്പെടെ 60 പേരാണ് മെഡിക്കൽ സംഘത്തിലുള്ളത്. ഡോക്ടർമാർ, നഴ്സിംഗ് സ്റ്റാഫുകൾ, പാരാമെഡിക്കൽ സ്റ്റാഫുകൾ എന്നിവർക്കൊപ്പം യുവജന സംഘടനയായ അയുത്ത് അംഗങ്ങൾ, മാതാ അമൃതാനന്ദമയി മഠത്തിൽ നിന്നുള്ള വോളണ്ടിയർമാർ എന്നിവരും പ്രയാഗ്രാജിലെത്തും. അൾട്രാസൗണ്ട് സ്കാനിംഗ്, എക്കോ ടെസ്റ്റ്, എക്സ്റേ, ഓട്ടോമാറ്റിക് ലബോറട്ടറി, ECG, പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ് എന്നീ സൗകര്യങ്ങളുള്ള കൊച്ചി അമൃത ആശുപത്രിയിൽ നിന്നുള്ള മെഡിക്കൽ വാനും വാഹന വ്യൂഹത്തിലുണ്ട്. വാനിൽ സജ്ജമാക്കിയിട്ടുള്ള മൈനർ ഓപ്പറേഷൻ തിയേറ്റർ അടിയന്തര സാഹചര്യങ്ങളിൽ ലേബർ റൂമാക്കി മാറ്റാനും സാധിക്കും. 50 ലക്ഷം രൂപയുടെ മരുന്നുകളും കുംഭമേളയ്ക്കായി ആദ്യഘട്ടത്തിൽ അമൃത സമാഹരിച്ചിട്ടുണ്ട്. മെഡിക്കൽ വാനിന് പുറമെ ഡിഫ്രിബിലേറ്റർ, വെന്റിലേറ്റർ സംവിധാനങ്ങളുള്ള D-ലെവൽ ആംബുലൻസും 10 ബെഡുകളുള്ള താൽക്കാലിക ആശുപത്രിയും പ്രയാഗ്രാജിൽ അമൃത സജ്ജമാക്കിയിട്ടുണ്ട്. കുംഭമേള ആരംഭിക്കുന്ന ഈ മാസം 13 മുതൽ ഫെബ്രുവരി 26 വരെ അമൃതയുടെ മെഡിക്കൽ സേവനങ്ങൾ 24 മണിക്കൂറും പ്രയാഗ്രാജിൽ ലഭ്യമായിരിക്കും. മെഡിക്കൽ വാനിന് പുറമെ ജെ-ലാബ് വാൻ, മൊബൈൽ മാമോഗ്രാഫി യൂണിറ്റ് എന്നിവയും പ്രയാഗ്രാജിലെത്തുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.